വെൽക്കം ബാക്ക് ടു റോസ്റ്റേക്ക്. നമ്മളോട് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിൽ വരുമ്പോൾ അക്കോമഡേഷൻ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും പറയാറുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ അക്കോമഡേഷൻ കിട്ടി, നിങ്ങൾക്ക് എങ്ങനെ അക്കോമഡേഷൻ കിട്ടാം, അതും ഏതൊക്കെ സൈറ്റിൽ കിട്ടും, അക്കോമഡേഷൻ കിട്ടാൻ ചാൻസസ് കൂടാനുള്ള ടിപ്സ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പൊതുവെ ജർമ്മനിയിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടുതൽ നോക്കാൻ പറയാറുള്ളത് വേഗേ ഗെസൂട്ട്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, ഈസി അപ്പാർട്ട്മെന്റ്, ഇമ്മൊബിലിയൻ, അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങളും ഇതുപോലത്തെ പല സൈറ്റുകളിലും ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ച് ചിലവർ റെസ്പോണ്ട് ചെയ്യില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിരുന്നു ഞങ്ങളുടെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ. പിന്നെ ഡയറക്റ്റ് പോയി നമ്മൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ ഒരു 5-6 പേര് വിസിറ്റ് ചെയ്യാൻ നമ്മളൊപ്പം ഉണ്ടാവും. അതിനുശേഷം ഒരാൾക്ക് ആ വീട് കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ പറയാം. ഞാൻ വന്ന സമയത്ത് നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണിത് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഒരു വീടുണ്ട് എന്ന് പറഞ്ഞത്. അത് ജർമ്മൻകാരൻ്റെ വീടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഡയറക്റ്റ് പോയി കാണുന്നതും. അന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അഡ്വാൻസ് 600 യൂറോ എന്തോ കൊടുത്തു, പ്ലസ് 320-340 എന്തോ എനിക്ക് റെന്റ് വന്നിരുന്നത്. അത് ഫർണിഷ്ഡ് ആയിരുന്നു, പക്ഷെ ഒരു സോഫ ബെഡ് മാത്രം. ഒരു സോഫ ബെഡും ഉണ്ട്. പിന്നെ നമുക്ക് മറ്റേ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കബോർഡില്ലേ, മറ്റേ ബ്ലാക്ക് കളർ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് എങ്ങനെയാ കിട്ടിയത്? അത് ആക്ച്വലി വേഗിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് ആ റൂം കിട്ടി. പക്ഷെ അവൾക്ക് വേറെ റൂം കിട്ടിയോണ്ട് അവൾ ഈ റൂം എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ വേഗ സുട്ടിന് ആ റൂം കിട്ടിയിരുന്നേ. അതിനുശേഷം പിന്നെ ഞാൻ രണ്ടാമത് നിന്നത് വേറെ സ്ഥലത്താണ്. ഫസ്റ്റ് നിന്നത് പെർലാങ്ങിൽ നിന്നു രണ്ടാമത്തെ സ്ഥലത്ത്. അവിടെ ഇതുപോലെ തന്നെ ഒരു 2 ഫ്ലോർ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ മുകളില് 4 പേരെന്തോ, താഴെ 4 പേര്. കോമൺ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ട്. പക്ഷെ ഇവിടെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. മുകളിലൊരു ബാത്റൂം, താഴെ ഒരു ബാത്റൂം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് അൺഫർണിഷ്ഡ് ആയിരുന്നു. മറ്റത് ഫർണിഷ്ഡ് ആയിരുന്നു, ഇത് അൺഫർണിഷ്ഡ് ആയിരുന്നു. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് എനിക്കും ഇതുപോലെ വേഗേന്നായിരുന്നു ആദ്യം ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതുപോലെ ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ടാണ് എല്ലാം പേ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ജർമ്മനിയിലേക്ക് വന്ന സമയം മുതൽ തന്നെ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല. ഞാൻ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പറഞ്ഞ വഴിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും എനിക്കും കൂടിയിട്ടാണ് ആ റൂം കിട്ടിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിങ്ക്ഡിൻ വഴി ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാളെ കോൺടാക്ട് ചെയ്തു. പുള്ളിക്കാരൻ ഓൾറെഡി അവിടെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പുള്ളി വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടാണ്, ആ പുള്ളി ഓൾറെഡി ഈ ഓണറുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ പുള്ളി ഞങ്ങൾക്ക് റൂം റെന്റ് ചെയ്ത പുള്ളി ഓൾറെഡി ഇവിടെ പല സ്ഥലത്തും റെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളീനെ പല ഗ്രൂപ്പുകളിലും പല സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകളിൽ ചോദിച്ചപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ മനസ്സിലായി, ജെനുവിനാണെന്ന് മനസ്സിലായി. പക്ഷേ ആ റൂമിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഒരു 11-12 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു റൂമിൽ 2 പേര് ഷെയർ ചെയ്യുന്ന ഒരു റൂമായിരുന്നു. ഒരു 6-7 റൂമൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനേക്കാളും ഒരു നല്ല അക്കോമഡേഷനൊക്കെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത് എന്റെ റൂം കിട്ടിയതിന് എനിക്കും വലിയ പങ്കുണ്ട്. ഒളിച്ചു നിന്ന് കേട്ടല്ലേ റൂം എടുത്തത്. അതൊരു വലിയ കഥയാണ് കേസ്, അതുപോലെ തന്നെ പറയും. ഇനി രണ്ടാമത് ഞാൻ നിന്ന റൂം ഞാൻ പറഞ്ഞിരുന്നു അൺഫർണിഷ്ഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് 370 എന്തായിരുന്നു റെന്റ് ഇച്ചിരി കൂടുതലായിരുന്നു. അൺഫർണിഷ്ഡ് ആണെങ്കിലും നല്ല രീതിയിൽ റെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തത്. ഞങ്ങൾ ഇപ്പം ഇരിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് എടുത്തത് അൺഫർണിഷ്ഡ് റൂം ആയിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ. കാരണം സിംഗിൾ റൂം എടുക്കുമ്പോഴത്തേനും റെന്റ് എന്തായാലും ഒരു 350 ആ ഒരു റേഞ്ച് എന്തായാലും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അൺഫർണിഷ്ഡ് ആണെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുക. കാരണം നമുക്ക് എല്ലാ ഫ്രഷങ്കും കിട്ടും. ഫ്രഷങ് എന്ന് പറയുന്ന ബേസിക്കലി ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഇവിടെയുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ ആവശ്യപ്പെട്ട അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ പല ആപ്പുകളിൽ വയ്ക്കും, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് വയ്ക്കും. അപ്പോൾ ഒന്നെങ്കിൽ വീടിൻ്റെ പുറത്ത് വെച്ചതോ അല്ലെങ്കിൽ ഈ ആപ്പിൽ ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് പിക്ക് ചെയ്യാൻ പറയും. അപ്പം അങ്ങനെ എടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഫ്രഷങ്ങിന് കിട്ടുന്ന സാധനങ്ങൾ 100% നല്ല കണ്ടീഷൻ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. നല്ല സാധനങ്ങൾ 90% നല്ല സാധനമായിരിക്കും. പിന്നെ ഫ്രഷങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചുമക്കാനും ആൾക്കാരെ അപ്പോൾ അതിൻ്റെ പൈസയും കൊടുക്കണ്ട. അപ്പൊ ഞങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് കിട്ടിയതും വേഗേസ് എന്നുള്ള ആപ്പിൽ നിന്നാണ് ഈ അപ്പാർട്ട്മെന്റ് കിട്ടിയത്. നമുക്ക് അപ്പൊ ഒരു ഡേറ്റ് തരും, ഇന്ന ഡേറ്റിൽ വന്ന് കണ്ടോളൂ പറഞ്ഞിട്ട് നമുക്ക് ഓണർ പറയും. നമ്മൾ ആ സമയത്ത് പോയി കാണാം. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ട് എഴുതാം.
ഇതിപ്പോ അൺലിമിറ്റഡ് കോൺട്രാക്ട് അല്ലേ, അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറണമെങ്കിൽ മാറാം, നമ്മളുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് കിട്ടിയത്. നീ ഇപ്പൊ നിൽക്കുന്നത് അതാണ് കഥ. ഞാനിപ്പോ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് ഞാൻ നേരത്തെ കുറെ സൈറ്റുകളെ പറ്റി പറഞ്ഞു. ആ എല്ലാ സൈറ്റുകളെ പറ്റിയുള്ള സാധനം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വെബ്സൈറ്റിലും ഞാൻ കൊടുക്കാം. അപ്പോൾ രണ്ടാമത് എനിക്ക് കിട്ടിയ അപ്പാർട്ട്മെന്റ് എനിക്ക് കിട്ടിയത് നെറ്റ്വർക്കിങ്ങിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒളിച്ചു കേട്ടതിലൂടെയാണ് കിട്ടിയത്. ഞങ്ങളുടെ ഫ്രണ്ടിന് ഓൾറെഡി ഈ ഒരു എന്താണ് സൈറ്റ് വഴി റൂം കിട്ടി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് എന്റെ ഫ്രണ്ടിന്റെ അടല് അവന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാനും മടൽ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാവിലെ പണിയും കഴിഞ്ഞ് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലിങ്ക് ഒക്കെ കാണിച്ചു തന്നെ എല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇന്ന ചെയ്യണം, ഇത് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ ഇവന്റെ ആത്മാർത്ഥതയുള്ള വേറൊരു ഫ്രണ്ട് അത് വിളിച്ചു നിന്ന് കേട്ടു. എന്നിട്ട് അവൻ കേട്ടിട്ട് അവൻ അപ്ലൈ ചെയ്തു, അവനത് എനിക്കും പറഞ്ഞു തന്നു. അവസാനം ഇവനും കിട്ടി, അവനും കിട്ടി. ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും കിട്ടും ചെയ്തു. അതാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലാണ്. എൻ്റെ ഫ്രണ്ടിന് കിട്ടിയെന്ന് പറയുന്നത് ഡബിൾ അപ്പാർട്ട്മെന്റ് ആണ്. അവർക്ക് 2 റൂം, ഒരു കോമൺ കിച്ചൺ ആൻഡ് ബാത്റൂം, 2 BHK. ഞാൻ നിൽക്കുന്നത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, ബാത്റൂം എല്ലാം ഇൻക്ലൂഡ്, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫർണിഷ്ഡ് സാധനം. എനിക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ട് അപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ഒരുപാട് കമ്പനികൾ ജർമ്മനിയുടെ പല സിറ്റീസിലും ഉണ്ട്. അവർ കൂടുതലും സ്റ്റുഡൻസിനാണ് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾ ഈ വേഗേ അതുപോലെ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള സിറ്റീസിലെ ഇതുപോലത്തെ സിമിലർ കമ്പനീസ് നോക്കുക. ആ കമ്പനീസിലേക്കൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലും കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എല്ലാം ഒരു കമ്പനിയെ ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് അധികം പ്രശ്നങ്ങളും വരുന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ റെസ്പോൺസും കിട്ടും. അപ്പോൾ അതുപോലത്തെ കമ്പനികൾ തപ്പിയിട്ട് നിങ്ങൾ അവരെ സമീപിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടാനുള്ള ഒരു മെയിൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവൻ നാട്ടിൽ തന്നെ പൈസ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് എത്രത്തോളം ജെന്യുവിനാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയ കാരണം അത് ജെന്യുവിനാന്ന് മനസ്സിലായി. അതല്ലാതെ നാട്ടിൽ നിന്ന് തന്നെ പൈസ കൊടുക്കുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഫ്രണ്ട്സ് ഉള്ളവരടുത്ത് ഡയറക്റ്റ് ഒന്ന് പോയി കണ്ടതിന് ശേഷം, ഡയറക്റ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക. കാരണം ഇവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കും. അവർ ചിലപ്പോൾ പറയും ഡെപ്പോസിറ്റും അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിൻ്റെ റെൻറ്റ് പേ ചെയ്താലാണ് ഞങ്ങളിത് കൺഫേം ചെയ്യുള്ളൂ, അപ്പോഴാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് തരുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിത് അന്വേഷിച്ച് അത് ജെന്യുവിനാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് പൈസയും കാര്യങ്ങളും അയച്ചു കൊടുത്തത്. സ്റ്റിൽ എനിക്ക് ഇവിടെ വന്ന് റൂം കാണുന്നവരെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ യുക്തിപൂർവ്വം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർ പറയും ഇങ്ങനെ റെന്റ് പേ ചെയ്താലാണ് അവർ കോൺട്രാക്ട് തരുള്ളൂ എന്നൊക്കെ പറയും. അത് ജെന്യുവിൻ അല്ലാത്തതിൻ്റെ ലക്ഷണമല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ അന്വേഷിക്കണം, കാരണം അവിടെ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾ ഓർക്കുക. ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്നത് FAU-ലാണ്. അവിടെ സ്റ്റുഡന്റ് ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളിപ്പോ 1 year ആയി വന്നിട്ട് അപ്പോഴേ അപ്ലൈ ചെയ്ത് വന്നതാണ്. പക്ഷെ അവര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബാച്ചിലേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന്, അതുപോലെ PhD-കാർക്കൊക്കെ ഇവിടെ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. അവരുടെ അക്കോമഡേഷനൊക്കെ ക്വാളിറ്റി ഭയങ്കര ടോപ്പ് നോച്ച് ആണ്. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ലെന്നില്ല, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ലിമിറ്റഡ് ആണ്. അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാം. ഞാൻ പറയുന്ന സൈറ്റിൽ എല്ലാ സൈറ്റിലും പറ്റുവാണെങ്കിൽ കയറുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവര് റിപ്ലൈ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യാൻ റെസ്പോൺസ് കൊടുക്കുക. അവരെപ്പോഴാ പിന്നെ റിപ്ലൈ ചെയ്യാൻ നമുക്ക് അറിയില്ല. പിന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഞങ്ങളിത് സംസാരിച്ചപ്പോ വന്നൊരു കാര്യമാണ്, ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണോ അതല്ല ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ ഏതാണ് നല്ലത് എന്നുള്ളൊരു കാര്യം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത്. എൻ്റെ ബിൽഡിങ്ങിൽ കുറെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. പക്ഷെ ഇവരിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് 5 പേര് ചേർന്നെടുത്ത അപ്പാർട്ട്മെന്റ്. അതെ, 5 മലയാളികൾ ചേർന്നെടുത്ത ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇപ്പൊ ഇവർ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് 2 സൈഡിലും. അതില് മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു ദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനവിടെ ഒറ്റയ്ക്ക് ആകുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ടൈംസ്, എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ഗോൾസ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ അത് ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അത് ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്. പക്ഷെ നമുക്ക് ആരോടെങ്കിലും വർത്താനം പറയാം, അല്ലെങ്കിൽ ഇവരിവിടെ നിൽക്കുമ്പോൾ അവർക്കത്
വളരെ പാസീവായിട്ട് അത് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. എന്തെങ്കിലും ഒരു സാധനം ചോദിക്കാനാണെങ്കിൽ പോലും മിണ്ടാനും പറയാനും അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ആക്റ്റീവായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്തിട്ട് പോകണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു കൂട്ടുകാരെ വിളിക്കണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു ഇല്ലാത്ത സാധനം അത് നികത്തണമെങ്കിൽ ഞാൻ ആക്റ്റീവായിട്ട് എഫേർട്ട് എടുക്കണം. അത് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് ഇതിനൊരു പോസിറ്റീവ് വേ കൂടിയിട്ട് നമുക്ക് ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടന്ന് അടിച്ചു കുടിക്കേണ്ട ഇതല്ലാതെ നമുക്ക് കുറച്ച് പേഴ്സണലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടും. ഒരുമിച്ച് നിൽക്കുമ്പോൾ റെന്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ആദ്യം അപ്പാർട്ട്മെന്റ് കിട്ടുക, എന്നിട്ട് ഇതൊക്കെ ആലോചിക്കുക. ഞാൻ പറയാം, ഇവിടെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും നമുക്ക് അയ്യോ ഇനി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണമല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്, അവരുണ്ടാക്കി വെക്കും ഫുഡ്, നമുക്ക് വരിക കഴിക്കുക, ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഇവൻ തന്നെ 10 ദിവസം മുമ്പത്തെ സാമ്പാറാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വെറൈറ്റി ആയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ വെറൈറ്റി, ഇപ്പൊ ഞാൻ വരുന്ന തൃശ്ശൂരിൽ നിന്ന്, ഒരാൾ എറണാകുളത്ത് നിന്ന്, അപ്പൊ അവരുടെ ഫുഡ് നമ്മളുടെ ഫുഡ് അങ്ങനെ മിക്സ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് വയ്യാതെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പനി പിടിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എണീറ്റ് പോയി കുക്ക് ചെയ്യണം. കാരണം ഫസ്റ്റ് ടൈം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫ്യൂർത്തി നിൽക്കുന്ന സമയത്ത് കേൾക്കണം. ഫ്യൂർത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ പിരീഡ്സ് ആയിരുന്ന സമയത്ത് ഞാൻ തലയിറങ്ങി വീണു കിച്ചണിൽ. ഒരാളും നോക്കാനില്ല എന്നെ. അവസാനം തലയിറങ്ങി ബോധം വന്നപ്പോ ഞാൻ തന്നെ എണീറ്റ് പോയി. അല്ലാണ്ട് ആരും നോക്കാനില്ല, നമ്മളെന്നെ സ്വയം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വയ്യാണ്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പിനോ അല്ലെങ്കിൽ മരുന്ന് എടുത്താൽ ഫുഡ് എടുത്താൽ അവിടെ ആൾക്കാരുണ്ടോ. ഈ അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. അത് അപ്ലൈ ചെയ്യുന്ന കുറേ പേർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തീരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ സിറ്റിയിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ അവിടെ നിർത്താറുണ്ട്. അത് വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് സിംഗിൾ റൂം തന്നെ വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഷെയ്ഡ്, 2 ഷെയ്ഡ് ആണെങ്കിലും 3 ഷെയ്ഡ് ആണെങ്കിലും നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ഒരുപാട് കണക്ഷൻ കിട്ടും. അപ്പൊ നമുക്കിപ്പോൾ 2 പേര് ചേർന്നാലും നമുക്ക് ആ റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേരെ വെച്ചിട്ട് നമുക്ക് ആ റൂം കിട്ടുന്ന റൂം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക. അതിനുശേഷം നമുക്ക് ഇവിടെ കണക്ഷൻ വെച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും റൂമുകൾ കിട്ടും. പക്ഷേ ഈ സിംഗിൾ അപ്പാർട്ട്മെന്റ്, സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് തന്നെ വേണം എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ സിംഗിൾ റൂം ഇപ്പൊ ഇവന് കിട്ടിയ പോലെ ആണെങ്കിൽ പോലും റെന്റ് ഇച്ചിരി കുറവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോ 700 അത്രയ്ക്കാണ്. 500 അത് സിറ്റി അനുസരിച്ചിരിക്കും. ഞങ്ങൾ നിൽക്കുന്ന സിറ്റിയിലൊക്കെ 500 അതിന് മേലെയാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് തന്നെ ഉള്ളത്. ഞാൻ നിൽക്കുന്നത് കുറവാണ്. പക്ഷെ മ്യൂണിക്ക് അല്ലെങ്കിൽ അതുപോലെ വലിയ സിറ്റീസിലേക്ക് വരുമ്പോൾ 700 അതിൻ്റെ അപ്പുറം കിടക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ വിചാരിക്കും നമ്മൾ കുറച്ച് പേരാണ് അക്കോമഡേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ 1-2 മെസ്സേജസ് ഒക്കെ വിട്ടിട്ട് നമ്മൾ ഒഴിവാക്കും. കിട്ടും എന്നുള്ള ആ ഒരു വിഷ്ഫുൾ തിങ്കിങ് നമുക്ക് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമില്ല, നമ്മളെക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് സ്ഥിരം ഇരുന്ന് മെസ്സേജ് അയക്കുന്നവരും കിട്ടുന്നവരും, അത് അക്കോമഡേഷൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി നോക്കുമ്പോഴും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കുറേ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, ജോബിന് നോക്കുമ്പോഴും അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാന്ന് പറയുന്നത് എല്ലാ പോസിബിലിറ്റീസിലേക്കും കയറുക. എല്ലാ പോസിബിലിറ്റീസിൻ്റെയും പറ്റുമെങ്കിൽ 100% എഫേർട്ട് എടുത്തിട്ട് എല്ലാത്തിലും അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് നാട്ടിലേക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു അക്കോമഡേഷൻ കിട്ടുമെന്നുള്ള കാര്യം 100% ഞാൻ ഉറപ്പ് പറയാം. ഇപ്പൊ നമുക്ക് റൂമായിട്ട് ഇവിടെ കിട്ടിയില്ല, കോൺട്രാക്ട് ആയിട്ട് കിട്ടിയില്ല, നമുക്ക് സബ്ലെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പൊ വരുന്ന ടൈമിൽ നമുക്ക് ഒരു റൂം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇപ്പൊ മലയാളീസ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇന്ത്യൻസ് തന്നെ ഒരുപാട് റൂം സബ്ലെറ്റ് കൊടുക്കുന്നുണ്ട്. 1 മാസത്തോട്ടോ ഓൾറെഡി വാടകയ്ക്ക് നിൽക്കുന്ന ആള് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് പറയുമ്പോൾ വേറൊരു പോയിന്റും കൂടി പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് മാത്രമല്ല ഇവിടെ ഈ അക്കോമഡേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ. ഇപ്പോൾ ഞാൻ മുമ്പ് നിന്ന സ്ഥലത്ത് 6 മാസത്തിൻ്റെ കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് കഴിയണമോട് കൂടി തന്നെ ചിലപ്പോൾ ഞാൻ വേറൊരു സാധനം, ചിലപ്പോൾ എനിക്ക് RP വേണമെങ്കിൽ വിത്ത് സിറ്റി രജിസ്ട്രേഷൻ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇതുപോലെ ഇവിടെ ജർമ്മനിയിലേക്ക് അഡ്മിഷൻ കിട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മീൻ ഗാരീസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറി പോയിട്ട് ആ ഒരു വീഡിയോ കാണാം. അതെ, അതിനകത്ത് വേറെ കുറെ എന്റർടൈനിങ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അതും കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഇപ്പോൾ അതിൽ വരും. അപ്പോൾ ഞങ്ങൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ കണ്ടന്റ് ഞങ്ങളുടെ 2 പേരുടെ ചാനലുകളിലും ചെയ്യാം. ഇനിയൊരു അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. Choose.